സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൽ ഒരാളായ ഹാഷിർ വാഴ 2-വിൽ പ്രധാന റോളിൽ അഭിനയിച്ച് 200 കോടി ക്ലബിലുമെത്തിയ ആളാണ്. വാഴ ആദ്യ ഭാഗത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും രണ്ടാം ഭാഗത്തിൽ മെയിൻ റോളിലെത്തി സിനിമാ ലോകത്തും താൻ ഒരു ഹിറ്റാണെന്ന് തെളിയിച്ചു. റെക്കോർഡുകൾ പലതും നേടിയ വാഴ 2 മോഹൻലാൽ നായകനായ തുടരുമിന്റെ കേരളത്തിൽ നിന്ന് നേടിയ ലൈഫ് ടൈം കളക്ഷനെ വരെ മറികടന്നിരുന്നു. ഇനി മമ്മൂട്ടിയോടൊപ്പമാണോ ഹാഷിർ? അതെ, അങ്ങനെ ഒരു അഭ്യൂഹമാണ് ഇപ്പോൾ പൊങ്ങി വരുന്നത്. നേരത്തെ നിതീഷ് സഹദേവ് ഒരു മമ്മൂട്ടി ചിത്രത്തിന്റെ ഒരുക്കത്തിലാണ് എന്ന് പറഞ്ഞിരുന്നത് ഓർക്കുന്നുണ്ടോ? അത് പിന്നീട് നീണ്ടുപോകുകയും അതിനിടയ്ക്ക് ഒരു തമിഴ് സിനിമയുമായി അദ്ദേഹം എത്തുകയും ചെയ്തിരുന്നു. ജീവനായകനായ തലൈവർ തമ്പി തലമയിൽ ഹിറ്റ്ചാർട്ടിൽ ഇടം പിടിക്കുകയും പ്രേക്ഷക നിരൂപക പ്രശംസകൾ നേടുകയും ചെയ്ത ചിത്രമാണ്. നിതീഷ് സഹദേവ് മമ്മൂട്ടിയെ വെച്ചൊരുക്കുന്ന ആ പുതിയ സിനിമയിൽ ഹാഷിർ ഉണ്ടോ എന്നതാണ് ഇപ്പോഴത്തെ അഭ്യൂഹം. ഹാഷിറിന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി സംവിധായകൻ നിതീഷ് സഹദേവ് റീപോസ്റ്റ് ചെയ്തതോടെയാണ് അഭ്യൂഹങ്ങൾ ആരംഭിച്ചത്. മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും വലിയ ചിത്രമായിട്ടാണ് ഈ നിതീഷ് സഹദേവ് ചിത്രം ഒരുങ്ങുന്നത്. ഒരു ആക്ഷൻ സിനിമ തന്നെയാണ്, പക്ഷേ ആക്ഷനെ പുതിയ രീതിയിൽ അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് എന്നാണ് ഈ സിനിമയെക്കുറിച്ച് നിതീഷ് മുൻപ് പറഞ്ഞിട്ടുള്ളത്. കേരള തമിഴ്നാട് ബോർഡർ പശ്ചാത്തലമാക്കി ഒരുങ്ങുന്ന സിനിമയിൽ മമ്മൂട്ടി ഒരു ഗാങ്സ്റ്റർ ആയിട്ടാണ് എത്തുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. വാഴ 2-വിന്റെ വൻ ഹിറ്റിനു ശേഷം ഹാഷിറിന്റെ അടുത്ത മൂവ് എന്താണ് എന്ന ആകാംക്ഷകൾക്കിടയിലാണ് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഈ ഫൺ ആക്ഷൻ മമ്മൂട്ടി ചിത്രത്തിൽ ഹാഷിർ ഭാഗമാകുന്നുവെങ്കിൽ അത് താരത്തെ സംബന്ധിച്ചും ഒരു നല്ല നേട്ടമാണ്. സോഷ്യൽ മീഡിയയിൽ ഹിറ്റ് താരമായി സജീവമാണെങ്കിലും സിനിമയെ സംബന്ധിച്ച് ഹാഷിർ ഒരു തുടക്കക്കാരനാണ്. തുടക്കക്കാരന്റെ കരിയറിന് 200 കോടി നേട്ടത്തിനൊപ്പം കൂടുതൽ കരുത്തു പകരാൻ മമ്മൂട്ടി ചിത്രത്തിൽ ഹാഷിറിന് അവസരം ലഭിച്ചാൽ ഹാഷിർ ഫാൻസിന് ആഘോഷിക്കാൻ അതൊരു ഒന്നൊന്നര നേട്ടം തന്നെയാണ്.